ചരാചരദേവ നമസ്തേ. ജീവിത ചക്ര വിനായക നായക സർവചരാചരദേവ നമസ്തേ. നമസ്കാരം. V1 ആലുവയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാലക്കുടി സംസ്ഥാനത്തെ പ്രധാന ടൂറിസം മേഖലയായ അതിരപ്പള്ളിയിൽ ആദിവാസി സമൂഹത്തിലെ കുട്ടികളും വിമുക്ത ഭടന്മാരുടെ പുനരധിവാസ കേന്ദ്രത്തിലെ കുട്ടികളും പഠിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെറ്റിലപ്പാറ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡും പഠനോപകരണ വിതരണവും നടത്തി. ജൂൺ 10-ാം തീയതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10-ന് സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തക സംഘടനകളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രസ്തുത ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക പ്രസ്ഥാനങ്ങളിൽ നിന്നും വനംവകുപ്പ്, പോലീസ്, കേന്ദ്രസേന, റവന്യൂ, തദ്ദേശ വകുപ്പ് മുതലായ തലങ്ങളിൽ നിന്നും ബഹുമാന്യ വ്യക്തികളും പങ്കെടുത്തു. വരുവർഷങ്ങളിൽ കൂടുതൽ പഠനോപകരണങ്ങളും കുട്ടികൾക്ക് വിനോദത്തിനായുള്ള ഉപകരണങ്ങളും യൂണിയന്റെ നേതൃത്വത്തിൽ കൂടുതൽ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകുമെന്ന തന്റെ ആദ്യ വിദ്യാലയത്തിൽ പഠിച്ച ഓർമ്മകൾ പങ്കുവെക്കുന്നതിനോടൊപ്പം യൂണിയൻ ജനറൽ സെക്രട്ടറി BV രവീന്ദ്രൻ പറഞ്ഞു. ദേശീയ പ്രസിഡന്റ് ശ്രീമതി അജിത ജയ്ഷോറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അവാർഡ് ദാനം ചാലക്കുടി DYSP R അശോകൻ നിർവഹിച്ചു. മെമന്റോ വിതരണം ജനീഷ് P ജോസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നടത്തി. പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ദേശീയ സെക്രട്ടറി വിപിൻ കുമാർ MJWവിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുകയുണ്ടായി. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമ്യ മണിലാൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജേഷ് KK, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാൻഡി ജോസഫ്, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ സനീഷ ഷെമി, വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജിമോൻ, PTA പ്രസിഡന്റ് റൈനി റാഫി, എക്സ് സർവീസ്മെൻ സൊസൈറ്റി സംരക്ഷണ സമിതി പ്രസിഡന്റ് മണി കോർമോത്ത്, CPM അതിരപ്പള്ളി ലോക്കൽ സെക്രട്ടറി സതീഷ് കുമാർ, CPI അതിരപ്പള്ളി ലോക്കൽ സെക്രട്ടറി സന്തോഷ് KT, BJP അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി K പാർത്തൻ, കോൺഗ്രസ് അതിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ജയൻ, ട്രൈബൽ ഹോസ്റ്റൽ വാർഡൻ വിജയ, ശ്രീജ TR പ്രധാന അധ്യാപക വെറ്റിലപ്പാറ സ്കൂൾ, MJWയുവിന്റെ ദേശീയ ട്രഷറർ നിപുൺ ജോയ്, വൈസ് പ്രസിഡന്റ് റൈസൻ തൃശൂർ, സംസ്ഥാന പ്രസിഡന്റ് ശശി കളരിയേൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷാജഹാൻ കൊല്ലം, സെക്രട്ടറി റാഫി മലപ്പുറം, എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ജലാൽ, ട്രഷറർ സത്യൻ ചെങ്ങനാട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബു ലൈസ്, വിനോദ് ചാക്കിയർ തുടങ്ങിയവർ പങ്കെടുത്തു ആശംസ അറിയിച്ചു. V1 ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാമ്പൂവിൻ മണമൂറും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം, ഇളനീർ മധുരം കിനിയും നമ്മുടെ ഹൃദയത്തിരുമൊഴി മലയാളം, ഹൃദയത്തിരുമൊഴി മലയാളം. ആ വിദ്യാലയത്തിന്റെ മുന്നിലാണെന്ന് ചാക്യാർ നിൽക്കുന്നത്. തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി പഞ്ചായത്തിലെ നല്ലൊരു മനോഹരമായൊരു വിദ്യാലയ മുറ്റത്താണെന്ന് ചാക്യാരും V1 ആലുവയും വന്നിരിക്കുന്നത്. ഇവിടെ ഇന്നൊരു വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ആദരവ് ചടങ്ങുണ്ടായിരുന്നു. ജേർണലിസ്റ്റ് ആൻഡ് മീഡിയയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആ ചടങ്ങിന്റെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. അതിനകത്ത് പങ്കെടുത്ത എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. വിശിഷ്ട അതിഥികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മാഡം നമസ്കാരം. എൻ്റെ പേര് അജിത ജയ്ഷോർ, മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയന്റെ നാഷണൽ പ്രസിഡന്റാണ്. നമ്മൾ പതിവ് പോലെ എല്ലാ വർഷവും പഠനോപകരണങ്ങളും ഉന്നത SSLCക്കും +2-നും ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമെന്റോ കൊടുത്ത് ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തത് അതിരപ്പള്ളി പഞ്ചായത്തിലെ GHSS വെറ്റിലപ്പാറ സ്കൂളിലാണ്. കാരണം ഇത് വളരെ സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്നതും മലയോര സ്ഥലങ്ങളിൽ താമസിക്കുന്നതുമായ വളരെ നിർധനരായ കുട്ടികളാണ്. അവർക്ക്
പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിനേക്കാളുപരി 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയതും +2-ന് ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു സംഭവമാണ്. സന്തോഷമാണ്. അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അത് നമ്മൾ ചെയ്തു. സംഘടനയുടെ പേരൊന്ന് മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ. സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എന്താണ് നമ്മുടെ ഈ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാനോ അവർക്കൊരു ഫ്യൂച്ചർ കൊടുക്കാൻ നമ്മുടെ കടമയാണ്. കാലാകാലങ്ങളായിട്ട് കുറെ വർഷങ്ങളായി ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ സംഘടന എല്ലാം കൊടുക്കുക എന്നുള്ള ഇതൊരു സ്ട്രാറ്റജിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അപ്പം നമ്മളവർ കൊടുക്കുക എന്നുള്ളത്. ഇതിന് ഈ ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം പല സംഘടനകളും നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഈ തവണ ഞങ്ങൾ കൂടി വരുന്നുണ്ട്, ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഈ തവണ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഒരു വേൾഡ് വൈഡ് ഓർഗനൈസേഷനാണ്, അവരെ ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതിലൊരു എറണാകുളം ജില്ലാ പ്രസിഡന്റും അവരുടെ 4 അവർ വന്നിട്ടുണ്ട്. ഞാൻ അവർക്കൊന്ന് കൊടുക്കുകയാണ്. ഞാൻ വോയിസ് ഓഫ് വേൾഡ് എന്ന് പറയുന്ന സംഘടനയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. വേറെന്തോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ? സിനിമാ ഫീൽഡ് കേരളത്തിലെ എന്ന് പറയല്ലേ, കേരളത്തിലെ ആദ്യത്തെ പ്രൊഡക്ഷൻ കൺട്രോളാണ്, വനിതാ പ്രൊഡക്ഷൻ കൺട്രോൾ കൂടിയാണ്. ഈ നല്ല കൂടാതെ ഒരു ഡയറക്ടറാണ് ചെയ്തിരിക്കുന്ന മൂവി പാഞ്ചാലി AD 2021 എന്നുള്ള മൂവിയാണ് അടുത്ത മാസം റിലീസാണ്. അതിനു മുമ്പ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഇവിടെ വരാൻ സാധ്യത ആരാണ്? രവീന്ദ്ര സാറാണ് ഇതിന് വേദി ഒരുക്കിയത്. രവീന്ദ്ര സാർ എല്ലാത്തിലും മുൻഗണനയിൽ നിൽക്കുന്ന ഒരാളാണ്. രവീന്ദ്ര സാറാണ് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമും മീഡിയയിലൂടെ പ്രസിദ്ധീകരിക്കുന്ന രവീന്ദ്ര സാറാണ്. ഏത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾ അപ്പോൾ തന്നെ മീഡിയയിൽ അതാണ് രവീന്ദ്ര സാറിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. വേറെ കാര്യം ഉണ്ടിട്ടാ, രവീന്ദ്ര സാർ ഈ സ്കൂളിലെ പൂർവ്വകാല വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു സ്നേഹമാണല്ലേ. വേറെ എന്ന് വെച്ചാൽ ഞങ്ങള് ഈ സ്കൂളിൽ പല കാര്യങ്ങളും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളോട് പറ്റുന്നത് എല്ലാം ഞങ്ങൾ ഈ സ്കൂളിൽ ചെയ്തു കൊടുക്കും. എൻ്റെ കൂടെ എൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, ജോയിന്റ് സെക്രട്ടറി ഉണ്ട്. ഞങ്ങൾ 4 പേര് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളാൽ പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വോയിസ് ഓഫ് വേൾഡ് എന്ന് പറയുന്ന സംഘടന ഈ സ്കൂളിന് ചെയ്തു കൊടുക്കും. എല്ലാ സ്കൂളുകൾക്കും ചെയ്തു കൊടുക്കും. ഇവിടെ യൂണിഫോമിന്റെ ഒരു കുറവാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഞങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പലിനോട് HMനോടും പറഞ്ഞിട്ടുണ്ട്, PTA പ്രസിഡന്റിനോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും 4 പേരെ വന്നിരിക്കണം. എല്ലാവർക്കും വലിയൊരു ആശംസ നൽകുകയാണ്. അതുപോലെ തന്നെ ഏത് സ്കൂളിലും ഒരു മുതിർന്ന ഒരാളുണ്ടാവും. നമ്മുടെ HM അല്ലേ, HM അവിടെ നിൽക്കുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ വേദിയിൽ പ്രസംഗിച്ചു. പിള്ളേരെല്ലാവരും ഭയങ്കര ആകാംക്ഷാഭരിതരായിട്ട് നോക്കി നിന്നു. എൻ്റെ പേര് ശ്രീജ GA. ഞാൻ GHSS വെറ്റിലപ്പാറയിലെ HM ആണ്. ഇവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളോട് പഠിക്കുന്നുണ്ട്. ഇവിടെ വളരെ പാവപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ വന്ന് കുട്ടികൾക്ക് പഠനോപകരണം, അതേപോലെ 10ാം ക്ലാസ്സിലും +2-ലും ഉയർന്ന വിജയം നേടിയ കുട്ടികളെ ആദരിക്കലൊക്കെ ഉണ്ടായി. ഈ ചടങ്ങ് സംഘടിപ്പിച്ച MJW ഭാരവാഹികൾക്കും വോയിസ് ഓഫ് വേൾഡ് ഭാരവാഹികൾക്കും സ്കൂളിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, നിരവധി പ്രവർത്തനങ്ങൾ, ഇപ്പം ഇൻഷുറൻസ് മേഖലയിൽ, അതുപോലെ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഈ മുൻകിട മാധ്യമ പ്രവർത്തകർ അല്ലാതെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നു. അവർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ സംഘടന. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ നിരവധി പ്രവർത്തനങ്ങൾ, ഇൻഷുറൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ സംഘടനയാണ്. അത് ആ സംഘടന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതിലുപരി അത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നത് നമ്മുടെ ക്ലാസ് മുറികളാണ്. ക്ലാസ് മുറികളിലെ കുട്ടികളാണ് നമ്മുടെ നട്ടല്. അവർ പഠിച്ച് വളർന്ന് അതുപോലെ ഈ ഇത്തരം സാഹചര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാല് മറ്റെല്ലാവിധ ക്രിയാത്മകമായ ശേഷികളും ആർജിക്കുന്നു. വെറുതെ പഠനം കൊണ്ട് കാര്യമില്ല. അപ്പൊ അത്തരം പെരുമാറ്റങ്ങൾ, സ്വഭാവം, പിന്നെ മാനുഷിക മൂല്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂല്യങ്ങളില്ലാത്തൊരു തലമുറയെ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അത്തരം ഒരു ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർക്കും മനസ്സിലാവും. നാളെ ഇപ്പോൾ രവീന്ദ്രൻ സാർ ഇവിടെ പഠിച്ച ആളാണ് നമ്മുടെ. അപ്പൊ അദ്ദേഹം ഇത്തരം പ്രവർത്തനം ചെയ്യും. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടി അടുത്ത അനധി വിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ സ്കൂളിൽ നിന്നൊക്കെ ചെയ്യാം. അതൊരു വലിയൊരു സന്ദേശം കൂടിയാണ്. നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കാഴ്ചവെച്ചതിനെ കുറിച്ച് സാറിന് എന്താണ് പൊതുജനങ്ങളോടും വിദ്യാർത്ഥികളോടും അധ്യാപകരോടും, കണ്ടിരിക്കുന്ന അധ്യാപകരോടും വിദ്യാർത്ഥികളോടും എന്താ പറയാ? നമ്മളുടെ ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പരിധിവരെ ഈ പഠനോപകരണങ്ങളിലൊരു തടസ്സം ഇന്ന് നേരിടുന്നുണ്ട്. കാരണം അത് നമ്മൾ ആരും തന്നെ അറിയുന്നില്ല. അത് ചില സ്കൂളുകളിൽ ഒറ്റപ്പെട്ടായിട്ടും കുറേ സ്കൂളുകൾ കൂടുതലായിട്ടും അത് കണ്ടുവരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, പൊതുജന സംഘടനകൾ എല്ലാവരും തന്നെ ഇതിൽ മുൻതൂക്കം ഇപ്പം അതിന് കൊടുത്തു തന്നെയാണ് പോകുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ, അതായത് അതിൽ നിന്ന് ഉപരി യൂണിഫോം അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്കും
ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും അടുത്ത വർഷം മുതൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കാര്യം ഇവിടെ ഇന്ന് വന്നപ്പോൾ തന്നെ ബുക്കുകൾ എല്ലാവർക്കും കിട്ടി, കുടകൾ കിട്ടി, ബാഗുകൾ കിട്ടി എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് അതിലും കൂടുതൽ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതായിരിക്കും അടുത്ത വർഷത്തെ ഒരു പ്ലാനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. MGWന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഈ നല്ല മഹനീയമായ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. സാറേ നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ ഇന്നത്തെ ഈ സംഭവവികാസമായ കാര്യങ്ങളെക്കുറിച്ച്? സംഭവം പറയുമ്പോഴേ ഈ അടിമാലി മലയോര മേഖലയിലേക്ക് കടലോര മേഖലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ പ്രത്യേകിച്ച് MJW കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് വർണ്ണിക്കലാകാം. പക്ഷേ ഇപ്പോഴ് മാധ്യമ രംഗത്ത് പ്രത്യേകിച്ച് പിന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു സമയത്ത് ഞങ്ങളുടെ സംഘടന ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാരുണ്യപ്രവർത്തനം ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മീഡിയ രംഗത്ത് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുക. ആ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ്, വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് തന്നെ ശരിക്കും പറയാം. കാരണം ആരോഗ്യസ്ഥിതി പോലും മോശമായിട്ടും ഇവിടെ ഈ ഒരു സാഹചര്യത്തിലൂടെ വന്നു ഇതിൽ ആക്റ്റീവായി പങ്കെടുത്ത അവരുടെ ഒരു ഉന്മേഷമാണ് ഞങ്ങളുടെയൊക്കെ ഈ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങാനുള്ള ഞങ്ങളുടെ പ്രചോദനം എന്നാണ് ഈ ഒരു കാര്യം. ഈ സ്കൂളിലെ പരിപാടിയെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അച്ചടക്കത്തോടെ കാര്യഗൗരവത്തോടെ നമുക്ക് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചെന്ന ഒരു വ്യക്തിയുണ്ട്. സാറേ നമസ്കാരം. നമസ്കാരം. പേരൊന്ന് സ്വയമേ വെളിപ്പെടുത്താം. എൻ്റെ പേര് ഷൈജു AD എന്നാണ്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കണം ഒരു മീഡിയ പോലൊരു സംവിധാനം. വളരെയധികം സന്തോഷം. ഇനിയും തുടർന്നും ഈ സഹായങ്ങളൊക്കെ PTA പ്രതീക്ഷിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ പ്രതീക്ഷിക്കുന്നു, അതിരപ്പള്ളി പ്രതീക്ഷിക്കുന്നു. ഓക്കെ. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും PTA പ്രസിഡന്റിന്റെ സ്ഥാനം വലിയ ഒരു സ്ഥാനം തന്നെയാണ്. അപ്പൊ നമ്മുടെ PTA പ്രസിഡന്റ് ഏതൊരു സ്കൂളിന്റെയും ഉയർച്ചയ്ക്ക് സൈഡിലായിട്ട് നടുവിലായിട്ട് എല്ലാത്തിലും നിൽക്കുന്ന വ്യക്തികളാണ് PTA പ്രസിഡന്റ്. മാഡം നമസ്കാരം. എന്താണ് സ്കൂളിന്റെ കാര്യങ്ങളെ കുറിച്ച്? എന്റെ വീട് ഇവിടെ തന്നെയാണ്. ഞാനിപ്പോ 2ാം വട്ടമാണ് ഇവിടെ PTA പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നിങ്ങളെല്ലാവരും കണ്ടു, കാലത്ത് തുടങ്ങി ഞങ്ങളുടെ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിന്റെ സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കുട്ടികള് കുറവാണ്. എല്ലാ സ്കൂളുകളെ പോലെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഇല്ല. ഉള്ള കുട്ടികള് ട്രൈബൽ ഏരിയയിൽ നിന്നുള്ള കുട്ടികളാണ്. അവരുടെ പഠന നിലവാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. അതിന്റെ കൂടെ ഞങ്ങളുടെ PTA എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര സ്ട്രോങ് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും PTAയുടെ ഒരു ഇടപെടലില്ലാതെ ഒരു കാര്യം അതില്ല. ഇവിടെ ഇപ്പൊ ഒരു സ്കൂൾ വണ്ടി ഉണ്ട്. ആ സ്കൂൾ വണ്ടി നമുക്ക് സർക്കാരിൽ നിന്ന് തന്നതാണ്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണതിന്റെ ബുദ്ധിമുട്ട് സാറിന് അറിയാമല്ലോ. ഞാൻ വിളിക്കേണ്ട കാര്യമില്ല. ബ്രേക്ക് എന്തിനാ? വണ്ടി നല്ല കണ്ടീഷനാണ്. ഞങ്ങൾ എല്ലാ വർഷവും അത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമ്മളൊരു ഡ്രൈവറെ വെച്ച് ഒരു ആയേനെ വെച്ചു. ഇതിന്റെ ശമ്പളം കൊടുക്കുന്നത് PTA എന്നാണ്. അത് PTA എന്ന് പറയുമ്പോ അധ്യാപകരാണ് കൊടുക്കുന്നത്. ഇപ്പൊ അവർക്ക് ഡ്രൈവർക്കും ആയക്കും ഈ പ്രാവശ്യം ശമ്പളവും കൂട്ടി അതും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ അധ്യാപകരാണ്. എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ടാണ്. കാരണം അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഓഹരിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇത്രയും നേരം വളരെ മനോഹരമായിട്ടുള്ള ഈ സ്കൂൾ അങ്കണത്തിന്റെ മുന്നിൽ വന്ന് പരിപാടി അവതരിപ്പിച്ച് പരിപാടി കാണിച്ചു തന്ന ഇത്രയും നേരം പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച വീണ്ടും വരാം. ക്യാമറമാൻ അബുലൈസിനൊപ്പം വിനോദ് ചാക്യാർ, V1 ചാനൽ, ആലുവ. അവരുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞങ്ങളുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നത്. അതെ സുഹൃത്തുക്കളെ, ഈ കൈയും കാലൊന്നും പിടിക്കാൻ അവസരം കൊടുക്കരുത്. കാരണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇവര് വരുമ്പോ ഇവര് കൈയും കാലൊന്നും പിടിപ്പിക്കരുത്. കണ്ടപ്പോൾ അത് ഞാനെന്താ ചിരിക്കണേ? ഞാൻ ചിരിക്കണ്ട ഇരിക്കണേ. മാമ്പൂവിൻ മണമൂറും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. മാമ്പൂവിൻ മണമൂറും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ഇളനീർ മധുരം ഇനിയും നമ്മുടെ ഹൃദയത്തിൽ